കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ ഈ ഒരു വേളയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ആയി, അപ്പൊ അതിന്റെയൊക്കെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം നമ്മള് ഏത് സമയത്ത് ഇതിങ്ങനെ വരുമോ, എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചിട്ട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ എംഎൽഎക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇനി സത്യപ്രതിജ്ഞയ്ക്ക് വന്നു എങ്ങനെ നോക്കി കാണുന്നു മൊത്തത്തിൽ പുതിയ വി ഡി സതീശൻ സർക്കാരിനെ? അടിപൊളിയായിരുന്നു. സത്യപ്രതിജ്ഞയൊക്കെ ഗ്രാൻഡ് ആയിരുന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഡി കെ ശിവകുമാർ, രേവന്ത് റെഡ്ഡി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. വലിയ സംഭവബഹുലമായ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു. പിന്നെ വി ഡി സതീശൻ സർക്കാരിനെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് വി ഡി സതീശൻ സാർ. അതുപോലെ എന്റെ എംഎൽഎ കൂടിയാണ്. ഞാൻ കൂടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചൊരു CM ആണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എന്റെ എംഎൽഎ CM ആകുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പോ ജനങ്ങളൊക്കെ വലിയ താല്പര്യത്തോടെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് അദ്ദേഹത്തെ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം ഉയരും. നല്ലൊരു സർക്കാരായിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇപ്പൊ ഒരു പാർട്ടി പ്രവർത്തക പോലും അല്ലാതെ എന്തുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് വന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, അത് എന്റെ എംഎൽഎ ആയതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്. മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവ് സ്ഥാനത്ത് കാണുന്ന, സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോ എന്റെ എംഎൽഎ സത്യപ്രതിജ്ഞ ചെയ്ത് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ എംഎൽഎക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ എന്റെ എംഎൽഎ CM ആവുമ്പോൾ ഞാനങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്. എന്റെ എംഎൽഎ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. ഈ മുഖ്യമന്ത്രി ആവുന്നൊക്കെ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുടെ ഒടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത്. ആ സമയത്തൊക്കെ ടെൻഷൻ അടിച്ചിരുന്നു മുഖ്യമന്ത്രി ആവുമോ ഇല്ല എന്നുള്ളതൊക്കെ? ഭയങ്കര ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം നമ്മള് ഏത് സമയത്ത് ഇതിങ്ങനെ വരുമോ, എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചിട്ട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസങ്ങളായിരുന്നു. കാരണം അദ്ദേഹം CM ആകണം എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം 102 സീറ്റുകൾ നേടി. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു എല്ലാവരുടെയും കൂടി കഠിന പ്രയത്നം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതിനകത്തൊരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എനിക്ക് തീർച്ചയായിട്ടും. ഇടയ്ക്ക് കിട്ടില്ല എന്ന് തോന്നിയൊരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങള്. കിട്ടിയില്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ലോ. അപ്പൊ അതിലൊരു വിഷമം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ ഈ സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എപ്പോഴും ഈ സ്ഥാനങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ആണല്ലോ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അല്ലെങ്കിൽ അവരവരുടെ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് സ്ഥാനങ്ങൾ ഉണ്ടാവുമ്പോൾ. ഇപ്പോ അദ്ദേഹം CM എന്നുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എത്തിയപ്പോഴാണല്ലോ കൂടുതൽ ജനങ്ങളെ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ അധികാരവും സ്ഥാനങ്ങളും കിട്ടുമ്പോൾ കുറച്ചും കൂടി അവരുടെ കഴിവുകൾ വിനിയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു MLAക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവരവരുടെ കഴിവുകളും കൂടിയാണ്. അധികാരം എന്ന് പറയുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണല്ലോ, അല്ലാതെ വെറുതെ അധികാര കസേര എന്നുള്ളതല്ലല്ലോ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നു എന്നുള്ളതിൽ വലിയൊരു സന്തോഷം. ഈ ആദ്യം ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ അദ്ദേഹം അന്നോട്ടേ പറയുന്നുണ്ട് 100 സീറ്റിൽ വിജയിക്കും എന്നുള്ളത്. അത് റിനിക്ക് ഉറപ്പുണ്ടായിരുന്നു 100 സീറ്റിലേക്ക് വിജയിച്ച് വരും എന്നുള്ളത്? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് 100 സീറ്റ് നേടുന്നത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട്, അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണെന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യവും അങ്ങനെ വെറുതെ പറയില്ല, ചുമ്മാ പറയുന്ന ഒരാളല്ല. കാരണം ഏതൊരു സമയത്തും ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും അദ്ദേഹം 4 കോർപ്പറേഷൻ നേടും എന്നൊക്കെ പറഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോ അദ്ദേഹം പറയുമ്പോൾ അതിന് വരാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു 4 ടൈമായിട്ടുള്ള ഒരു MLA കൂടിയാണ്. ഈ MLAയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പറവൂരിനെ സംബന്ധിച്ച് പറവൂരിന് വി ഡി സതീശൻ എന്ന് പറയുന്നതാണ് എല്ലാമായിട്ടുള്ളത്. അപ്പോൾ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈവൻ മറ്റ് ഇതര പാർട്ടികളിൽപ്പെട്ടവർ പോലും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ പറവൂരും. അപ്പൊ തീർച്ചയായിട്ടും വളരെ ജനകീയനായ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറവൂരിന് വേണ്ടി ചെയ്യുന്ന
ഒരു MLA തന്നെയാണ്. പ്രത്യേകിച്ച് പ്രളയ സമയത്തൊക്കെ അദ്ദേഹം പറവൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുനർജനി പദ്ധതി, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ പറവൂരിന് ഒരു എന്താ പറയാ, ഒരു പാണിക്യം എന്നൊക്കെ പറയാവുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെല്ലാം ഒരു താങ്കൾ തിരികൊളുത്തി വിട്ട ഒരു വിവാദത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഭയങ്കര പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിലായിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടായിരുന്നു? ഇല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ ഈ ഒരു വേളയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ആയി, അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ വേദിയിലൊക്കെ വന്നപ്പോ പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? റിനിയെ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അല്ലാതെ കാണുന്നവരുണ്ട്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇതാണ്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇടപെടാൻ കഴിയില്ല. ഓക്കെ, ഈ വി.ഡി. സതീശൻ സർക്കാർ എങ്ങനെ ആയിരിക്കണമെന്നാണ് റിനിയുടെ ഒരു ആഗ്രഹം? എന്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കണം. ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ, അതായത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പദ്ധതിയാണ് മകൾക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്ന് ഈ ഒരു സർക്കാരിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മകളെ പോലെ വേദന അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെ മകളെ പോലെ കാണുന്ന രീതിയിൽ മകൾക്ക് എന്നുള്ള രീതി. അപ്പൊ അതുപോലെ കുറച്ചും കൂടി സ്ത്രീപക്ഷമായിട്ടുള്ള, സ്ത്രീകൾക്കും കൂടിയൊക്കെ ഇവിടെ കുറച്ചും കൂടി അവകാശങ്ങളൊക്കെ കിട്ടുന്ന അങ്ങനെ ഒരു, പിന്നെ ഈ സൈബർ മേഖലകളിലൊക്കെ നടക്കുന്ന ഈ ഒരു സ്ത്രീകൾക്കെതിരെ പ്രത്യേകം നടക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ ഒരു കുറച്ചും കൂടി നിയമം ശക്തിപ്പെടുത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ, മാറ്റങ്ങൾ വരണം. കുറച്ചും കൂടി എല്ലാവർക്കും, അത് സ്ത്രീ പുരുഷനുള്ളതല്ല, എല്ലാവർക്കും കുറച്ചും കൂടി സമൂഹത്തിൽ ഒരുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടാകണം. അത് ഓരോ സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് പൂർവാധികം ശക്തിയോടെ പിണറായി സർക്കാരും അത് നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ സതീശൻ സർക്കാരിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഈ റിനിക്ക് ഇപ്പൊ സൈബർ ആക്രമണത്തെ പറ്റി പറഞ്ഞപ്പോഴാണ്, റിനിക്കെതിരെ ഇപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടോ അതോ തീർന്നോ? തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കൂടെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോഴൊക്കെ സൈബർ ആക്രമണങ്ങൾ നല്ലപോലെ നേരിടുന്നുണ്ട്. പക്ഷെ ഞാനതിനെ കാര്യമാക്കുന്നില്ല. കാരണം അങ്ങനെ കുറെ ആളുകളുണ്ട്. നമ്മൾ ഓരോ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരികളിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ വിജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു? ഇല്ല, ഞാൻ ഇപ്പോ ഈ വേദിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു, അദ്ദേഹം എന്നെ കണ്ടിരുന്നു. അതെ, ഒന്ന് സംസാരിക്കാൻ അങ്ങനെ സാധിച്ചിട്ടില്ല. ഓക്കെ, ഇന്ന് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ അതോ പിന്നീട് വഴിയെ കാണാനാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെ ഞാനൊന്നും തീരുമാനിച്ചില്ല. അതെ, ഞങ്ങളുടെ MLA ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇന്ന് കാണാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ പിന്നീട് കാണും. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ സത്യപ്രതിജ്ഞ കാണാനാണ് വന്നത്, അദ്ദേഹത്തെ കാണാനല്ല വന്നത്. അദ്ദേഹത്തോട് സംസാരിക്കാൻ എപ്പോ വേണമെങ്കിലും എന്റെ MLA ആണല്ലോ. അപ്പൊ അതൊരു വിഷയമല്ല. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.